അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സോയാബീൻ വരളയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി വരുന്നുണ്ട്. നമുക്കിനി സോയാബീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വെന്ത് വീർത്ത് വരട്ടെ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും കൂടെ അറിയിച്ചേക്കണേ. സോയാബീനെല്ലാം നന്നായിട്ട് വെന്ത് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. സോയാബീൻ വരളക്ക് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്ത് വച്ചിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി വാടിയതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്, കൂട്ടാൻ നല്ല രസമാണ് കൂട്ടാൻ. അല്പം വേപ്പിലയും. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വരണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്പസമയം നമുക്കിത് മൂടി വെക്കാം. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന 2 തക്കാളി ചേർക്കാം. ഇനി ഒന്ന് മൂടി വെക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആവശ്യമായ പൊടികളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വീട്ടിൽ പൊടിച്ച മസാലപ്പൊടി, പിന്നെ കടയിലെ മസാലപ്പൊടി. ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് നല്ല ഗുണം വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത സോയാബീൻ ഇട്ട് കൊടുക്കുക. ഊറ്റിക്കളഞ്ഞാലും നമ്മൾ കൈ വെച്ച് ആ വെള്ളമെല്ലാം ഒന്ന് നെക്കി പിഴിയണം. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട. സോയാബീൻ വേവിച്ച് വെച്ചതാണ്. അതിലെന്നാലും അല്പം സോയാബീനിൽ വെള്ളം കാണും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നൊന്ന് ഇതായാൽ മതി. ഇതിലോട്ട് അല്പം തേങ്ങാ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സോയാബീൻ കുറച്ച് ചില പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ എല്ലാ കുട്ടികളും കഴിച്ചോളും. സോയാബീൻ എന്ന് പറയുന്നത് ശരീരത്തിൽ പ്രോട്ടീൻ കൊടുക്കുന്ന ഒരു ആഹാരമാണ്. കുട്ടികൾക്കെല്ലാം നല്ലതാണ്. കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കും. അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം.
സവാളയെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. എത്രയും വഴറ്റാം അത്രയുമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മുടെ സോയാബീൻ വരള റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.